ബന്ധത്തിൽ ഒരു പുതിയ വഴിത്തിരിവ്. അമേരിക്കയുടെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിൽ പരസ്പരം സഹകരിക്കുന്നതിന് ആവശ്യകത ഇരു രാജ്യങ്ങളും തിരിച്ചറിയുന്നു. 7 വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശനം ഈ മാറ്റത്തിന് അടിവരയിടുന്നു. ഈ സന്ദർശനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അയച്ച കത്ത് ബന്ധം മെച്ചപ്പെടുത്താനുള്ള ചൈനയുടെ താൽപര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇരു രാജ്യങ്ങളും നേരിടുന്ന വെല്ലുവിളികൾ, പ്രത്യേകിച്ച് അമേരിക്കൻ വിദേശ സാമ്പത്തിക നയങ്ങൾ സൃഷ്ടിക്കുന്ന ആശങ്കകൾ ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണമായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 2020 ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം വഷളായ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയസമീപനങ്ങൾ ഇന്ത്യയെയും ചൈനയെയും ഒരുപോലെ തന്നെ ബാധിക്കുന്നു. ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ അധിക തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനം, റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി നിർത്താൻ ആവശ്യപ്പെടുന്ന ഭീഷണി എന്നിവ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി. അതേസമയം ചൈനയുമായി ട്രംപിന്റെ ഭരണകൂടം വ്യാപാര രംഗത്ത് തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു. ഈ സാഹചര്യത്തിൽ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ നീക്കത്തിന്റെ ഭാഗമായി അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ പുനരാരംഭിച്ചു. ഇത് പഴയകാല വൈരാഗ്യങ്ങൾ മറന്ന് ഭാവിയിലേക്ക് ഒരുമിച്ച് നീങ്ങാനുള്ള ഇരു രാജ്യങ്ങളുടെയും ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയൊരു അധ്യായമാണ് തുറക്കുന്നത്. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സാമ്പത്തിക വളർച്ചയെ തടയാൻ അമേരിക്ക ഏറെക്കാലമായി ഇന്ത്യയെ ഒരു പങ്കാളിയായി കണക്കാക്കുകയായിരുന്നു. എന്നാൽ അമേരിക്കയുടെ പുതിയ നിലപാടുകൾ ആ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ അവസരം ഉപയോഗിച്ച് ഇന്ത്യയും ചൈനയും പരസ്പര സഹകരണത്തിന്റെ സാധ്യതകൾ തേടുന്നു. ചൈനീസ് കമ്പനികളുമായി റിലയൻസ്, അദാനി, JSW തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾ ശുദ്ധ ഊർജ മേഖലയിൽ പങ്കാളിത്തം തേടുന്നുവെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് പറയുന്നു. ഇത് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക മേഖലയ്ക്ക് ഒരുപോലെ ഗുണം ചെയ്യും. നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കുമെന്നും ചൈനീസ് പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസ നൽകുന്നത് പരിഗണിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എങ്കിലും ഇരു രാജ്യങ്ങൾക്കും എളുപ്പത്തിൽ മറക്കാനോ മായ്ച്ചു കളയാനോ സാധിക്കാത്ത ചില തർക്കങ്ങളുണ്ട്. ചൈന പാകിസ്ഥാൻ സൗഹൃദം, ഇന്ത്യ തായ്വാൻ ബന്ധം എന്നിവ ഇതിൽ ചിലതാണ്. തായ്വാനുമായി ഇന്ത്യ വളർത്തുന്ന വ്യാപാര നയതന്ത്ര ബന്ധങ്ങളെ ചൈന സംശയത്തോടെയാണ് കാണുന്നത്. അതേസമയം പാകിസ്ഥാനുമായുള്ള ചൈനയുടെ അടുത്ത സൗഹൃദം ഇന്ത്യക്ക് എന്നും ആശങ്കയാണ്. ഈ സങ്കീർണതകൾ നിലനിൽക്കുമ്പോഴും അമേരിക്കയുടെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഈ നീക്കങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളുടെ സന്തുലിതമായ വളർച്ചയ്ക്കും പ്രാദേശിക സാമ്പത്തിക ഭൂപടത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. മോദിയുടെ ചൈന സന്ദർശനവും തുടർന്ന് നടക്കാനിരിക്കുന്ന ഉച്ചകോടിയും ഈ മാറ്റങ്ങളെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. എന്നിരുന്നാലും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എന്നതിനാൽ ഈ റിപ്പോർട്ടുകൾ പൂർണ്ണമായും ശരിയാണോ എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് നടക്കുന്ന ചലനങ്ങൾ ഇന്ത്യ ചൈന ബന്ധത്തിൽ പുതിയ സാധ്യതകൾ തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ നീക്കങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നത് ലോകരാജ്യങ്ങൾ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്.